നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹില്ലി അക്വ ഒരു കേരള സർക്കാർ ഉൽപ്പന്നം. തൊടുപുഴ നഗരസഭയിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി. നിലവിലുള്ള പ്രമുഖ പുരുഷ കേസരികളുടെ വാർഡുകളെല്ലാം വനിതാ സംവരണമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO യൂണിയൻ നേതൃത്വത്തിൽ ജീവനക്കാർ തൊടുപുഴയിൽ മാർച്ചും ധർണയും നടത്തി. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ കാൽനട റാലി നടത്തി. നൂറുകണക്കിന് ആളുകൾ റാലിയിൽ പങ്കെടുത്തു. ഹാരിസൺ മലയാളം കമ്പനി തൊഴിലാളികൾക്ക് ബോണസ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് തോട്ടം തൊഴിലാളികൾ നടത്തുന്ന അനിശ്ചിതകാല സമരം തുടരുന്നു. രാജീവ് ഗാന്ധി ഖേൽ അഭിയാൻ ജില്ലാ കായികമേള അറക്കുളത്ത് നടന്നു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KL ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഹില്ലി അക്വ ഒരു കേരള സർക്കാർ ഉൽപ്പന്നം. വാർത്തകൾ വിശദമായി. തൊടുപുഴ നഗരസഭയിലെ സംവരണ വാർഡുകളുടെ ചിത്രം വ്യക്തമായി. മിക്ക വാർഡുകളും വനിതകൾ കൈയടക്കിയതോടെ സീറ്റിനായി പരക്കം പായുകയാണ് നേതാക്കന്മാർ. നഗരസഭയിലെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായതോടെ നിലവിലുള്ള പ്രമുഖ പുരുഷ കേസരികളുടെ വാർഡുകളെല്ലാം വനിതാ സംവരണ വാർഡുകളായി മാറി. അതേസമയം പ്രമുഖ മഹിളാരത്നങ്ങളുടെ വാർഡുകൾ ജനറൽ സീറ്റുകളായി മാറി. അടുത്ത തവണ നഗരസഭാ അധ്യക്ഷ സ്ഥാനം വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നതിനാൽ ജനറൽ വാർഡിൽ സീറ്റ് തരപ്പെട്ടില്ലെങ്കിൽ അടുത്തുള്ള വനിതാ വാർഡുകളിലേക്ക് മാറി അംഗം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വനിതാ കൗൺസിലർമാരിൽ പലരും. ഇതിനിടെ വനിതാ സീറ്റുകൾ ജനറലായി മാറിയതോടെ പല നേതാക്കളും അടുത്ത വാർഡുകളിലേക്ക് നോട്ടമിട്ടിരിക്കുകയാണ്. എങ്ങനെയും സീറ്റ് തരപ്പെടുത്തുന്നതിനുള്ള ചരടുവരികളും തുടങ്ങി. എന്നാൽ നേരത്തെ വാർഡുകളിൽ പയറ്റി കരകയറിയവരും തോറ്റ് പിന്മാറിയവരും വീണ്ടും പഴയ വാർഡുകളിൽ അംഗപ്പുറപ്പാടിനുള്ള ശ്രമവും ആരംഭിച്ചു. നിലവിലുള്ള പ്രമുഖ കൗൺസിലർമാരെ അടുത്ത വാർഡുകളിൽ നിർത്തി ജയിപ്പിച്ചെടുക്കാൻ പാർട്ടി നേതൃത്വം ശ്രമം നടത്തുമ്പോൾ പഴയ പ്രവർത്തന പാരമ്പര്യം പറഞ്ഞ് എങ്ങനെയും മത്സരിക്കണമെന്ന ഒരേയൊരു ആഗ്രഹം മാത്രമായി രംഗത്തു വന്നവർ നേതാക്കൾക്കും അണികൾക്കും തലവേദനയായി മാറും. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ കാൽനട റാലി നടത്തി. ലയൺസ് ഡിസ്ട്രിക്ട് 318 യുടെ നേതൃത്വത്തിലാണ് തൊടുപുഴയിൽ കാൽനട റാലി സംഘടിപ്പിച്ചത്. തൊടുപുഴ റോട്ടറി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി ജില്ലാ പോലീസ് മേധാവി KV ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അമ്മയുടെ ഉദരത്തിൽ തുടങ്ങുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് അവസാനം ഡോക്ടർ പരിശോധിച്ച് ഒരു ദിവസം പോലും മുടങ്ങാതെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രാധാന്യം ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഇത് തീർച്ചയായും ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സംഘടിപ്പിച്ച ഇതിൻ്റെ എല്ലാ ലയൺസ് ഭാരവാഹികളെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാർത്ത അവസാനിപ്പിക്കുന്നു. ഇതൊരു വിജയപ്രദമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഉദ്ഘാടനം തൊടുപുഴയിൽ ആദ്യമായി സംഘടിപ്പിച്ച റാലിയിൽ ഡിസ്ട്രിക്ട് തലത്തിലും ക്ലബ്ബ് തലത്തിലുമുള്ള ലയൺസ് ഭാരവാഹികൾ പങ്കെടുത്തു. എറണാകുളം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലെ 100-ൽ പരം ലയൺസ് ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് അംഗങ്ങൾ പങ്കെടുത്തു. 1000-ഓളം സ്കൂൾ, കോളേജ് വിദ്യാർത്ഥിനികൾ, NCC കേഡറ്റുകൾ, സ്കൗട്ട് അംഗങ്ങൾ, ജില്ലാ ക്രിക്കറ്റ് ക്യാമ്പ് അംഗങ്ങൾ തുടങ്ങിയവർ റാലിയിൽ അണിനിരന്നു. റോട്ടറി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ലയൺസ് ക്ലബ്ബ് ഹാളിൽ സമാപിച്ചു. വേൾഡ് ഹാർട്ട് ഡേ പ്രൊജക്ട് ചെയർമാൻ ഡോക്ടർ K സുദർശനൻ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് JM ജോസഫ്, ഡോക്ടർ മാത്യു എബ്രഹാം എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി.
തൊടുപുഴ ലയൺസ് ക്ലബ്ബും സെന്റ് മേരീസ് ആശുപത്രിയും സംയുക്തമായി തൊടുപുഴയിൽ സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു. ഹൃദയത്തിന് ആവശ്യമായ ഒരു എൻവയറൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഹെൽത്തി എൻവയറൺമെന്റ് ഫോർ ഹാർട്ട്. അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സന്ദേശമായി വെച്ചുകൊണ്ട് ഈ വർഷം നമ്മൾ ലോക ഹൃദയ ദിനം ആഘോഷിക്കുന്നത്. ഈ അവസരത്തിൽ ഏതാണ്ട് ലോകത്താകമാനം ഒരു വർഷം 17.1 മില്യൺ ആളുകൾ ഹൃദ്രോഗം മൂലവും സ്ട്രോക്കും വന്ന് അവർ രോഗാവസ്ഥയിലാവുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക്. അത് ലോക സമ്പദ്ഘടനയ്ക്ക് നൽകുന്ന ആഘാതം വളരെ വലുതാണ്. കാരണം മനുഷ്യന്റെ ഏറ്റവും പ്രവർത്തനക്ഷമതയുള്ള സമയത്താണ് ഈ ഹൃദ്രോഗം പിടിക്കുന്നതും ആളുകൾ രോഗാതുരരായി തീരുന്നതും മരിക്കുന്നതുമൊക്കെ. അപ്പോൾ അതുണ്ടാക്കുന്ന നഷ്ടവും വളരെ വലുതാണ് എന്ന് ഞാൻ വായിക്കുകയുണ്ടായി. അതിന് ഒരു പരിഹാരമായിട്ടാണ് ആരോഗ്യമുള്ള ഹൃദയത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന ആരോഗ്യമുള്ള ഹൃദയത്തിന് അതിന് ഹൃദയത്തെ സ്നേഹിക്കണം എന്നാണ്. ഹൃദയത്തെ നമ്മൾ സ്നേഹിക്കും. വേൾഡ് ഹാർട്ട് ഡേ പ്രോജക്ട് ചെയർമാൻ ഡോക്ടർ കെ സുദർശനൻ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജെയിൻ എം ജോസഫ്, ഡോക്ടർ മാത്യു എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ മാത്യു എബ്രഹാം, ഡോക്ടർ ജെയിൻ ടി കല്ലറയ്ക്കൽ, ഡോക്ടർ ടോണി തോമസ്, ഡോക്ടർ നിതിൻ പരീത് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കാർഡിയോളജി കൺസൾട്ടേഷൻ, രക്ത ഷുഗർ പരിശോധന, BP പരിശോധന, ECG എന്നിവ ക്യാമ്പിൽ സൗജന്യമായി സജ്ജമാക്കിയിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO യൂണിയൻ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ജീവനക്കാർ തൊടുപുഴയിൽ മാർച്ചും ധർണയും നടത്തി. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. മാർച്ച് നഗരം ചുറ്റി തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു. വാർത്തകൾ തുടരുന്നു. NGO യൂണിയൻ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ നടത്തിയ മാർച്ചും ധർണയും യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VK ഷീജ ഉദ്ഘാടനം ചെയ്തു. പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ ഒഴിവാക്കി ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, നിർവചിക്കപ്പെട്ട പെൻഷൻ ജീവനക്കാർക്ക് ഉറപ്പാക്കുക, തസ്തിക വെട്ടിക്കുറയ്ക്കൽ നയം ഉപേക്ഷിക്കുക, സിവിൽ സർവീസിനെ സംരക്ഷിക്കുക, അധികാര വികേന്ദ്രീകരണ പ്രവർത്തനം ശക്തിപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള NGO യൂണിയൻ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന ധർണ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VK ഷീജ ഉദ്ഘാടനം ചെയ്തു. റിപ്പോർട്ട് വാങ്ങുവാതിരിക്കുവാൻ സർക്കാരിന് നിർവാഹമില്ലാത്ത ഒരു സാഹചര്യവും സിവിൽ സർവീസിൽ രൂപപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴെങ്കിലും ഈ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ സാഹചര്യം ഒരുങ്ങിയത്. റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടപ്പോൾ വേതനം, ഇൻക്രിമെന്റ് നിരക്കുകളുടെ പുതുക്കൽ, സർവീസ് വെയിറ്റേജ്, ഫിറ്റ്മെന്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയ നിർദ്ദേശങ്ങളോടൊപ്പം തന്നെ നിരവധിയായിട്ട് പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ കൂടി അടങ്ങിയിട്ടുള്ളതാണ് 10ാം ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആദ്യ ഭാഗം സമർപ്പിച്ച റിപ്പോർട്ടിൽ കാണുന്നത്. ബാക്കി ഭാഗം നവംബർ മാസം 30-ാം തീയതി വരെ നീട്ടിക്കൊടുത്തുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചരിത്രത്തിൽ 2 വർഷക്കാലം നീട്ടിക്കൊടുത്ത ഒരു കമ്മീഷൻ റിപ്പോർട്ടാക്കി മാറ്റുകയാണ് സർക്കാർ ഈ കമ്മീഷനിൽ. പ്രതിലോമകരമായിട്ടുള്ള ശുപാർശകൾ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ഈ ശമ്പള പരിഷ്കരണം ജീവനക്കാർക്ക് അനുഭവേദ്യമാക്കുക എന്നതിനപ്പുറം ഇന്ന് മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM ഹാജറ, ജില്ലാ പ്രസിഡന്റ് S സുനിൽകുമാർ, KK പ്രസവകുമാർ, TG രാജീവ്, PM റഫീഖ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാളിയാർ എസ്റ്റേറ്റിന് മുന്നിൽ BMS നടത്തുന്ന അനിശ്ചിതകാല സമരം 5ാം ദിവസത്തിലേക്ക് കടന്നു. 5ാം ദിവസത്തെ സമരം BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി AP സഞ്ജു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ തോട്ടം തൊഴിലാളികൾക്ക് 500 രൂപ ദിവസവേതനം നൽകുക, 20% ബോണസ് വിതരണം ചെയ്യുക, തൊഴിലാളികൾക്ക് വാസയോഗ്യമായ വീടുകൾ നിർമ്മിച്ചു നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BMS നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യവസായത്തിൽ ചക്രമില്ല, കർഷകർ
ശമ്പളം കിട്ടണം. ശമ്പളം കിട്ടുന്നിടം വരെ ഞങ്ങൾ സമരം ചെയ്തിരിക്കും. ഇനി ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഈ റോഡിൽ നാളെ മുതൽ കിടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 5ാം ദിവസത്തെ സമരം BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി AP സഞ്ജു ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ PK സിജോ, ഷിനോയ് P മണി, രാജേഷ് സുരേന്ദ്രൻ, KK സുരേന്ദ്രൻ, PK ഷൈമോൻ, മായാസുധൻ, PB രാജൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. അകാലത്തിൽ മരണമടഞ്ഞ മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് പ്രൊഫസർ ഡോക്ടർ CB ജോസഫിന്റെ സ്മരണയ്ക്കായി ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. കോളേജിലെ ചാവറ ബ്ലോക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PG ജോസഫ് ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിർധനരായ വിദ്യാർത്ഥികളെ സഹായിക്കാൻ, സ്കോളർഷിപ്പ് നൽകാൻ എല്ലാം ഉതകുന്ന ഒന്നായി ഞാനതിനെ കാണുകയാണ്. അതോടൊപ്പം തന്നെ ട്രാഫിക് അവയർനെസ് സൃഷ്ടിക്കുന്ന കാര്യവും ഏതായാലും വളരെ കുറച്ച് സമയത്തിൽ CB ജോസഫ് സാറിനെ ഞാൻ സ്മരിക്കുവാനും അദ്ദേഹത്തിൻ്റെ പേരിൽ ട്രസ്റ്റ് രൂപീകരിക്കുവാനും തയ്യാറായ വിദ്യാർത്ഥികളെയും സഹപ്രവർത്തകരെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഏറ്റവും പ്രശസ്തമായ ഈ വിദ്യാലയത്തിൽ ഞാൻ ഇതിനൊക്കെ വന്നിട്ടില്ല എന്ന സ്വാഗത പ്രസംഗം ഏതായാലും ഈ മേഖലയ്ക്കാകെ വിളിച്ചപകർന്ന് ഈ സ്ഥാപനത്തിലെത്തുന്നതിനായി. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ജിൽസൺ ജോൺ CMI അധ്യക്ഷത വഹിച്ചു. റോഷി അഗസ്റ്റിൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. റവറൻ ഡോക്ടർ ജോർജ് ഇടിയാനിക്കൽ CMI, ഫാദർ ജോർജ് മറ്റത്തിൽ CMI, ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ ജിൻസൺ S വേലങ്കുന്നേൽ, സെന്റ് ജോസഫ് അക്കാദമി പ്രിൻസിപ്പാൾ ഡോക്ടർ ബേബി ജോസഫ്, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, ട്രസ്റ്റ് ഖജാൻജി അഡ്വക്കേറ്റ് ടോം മാത്യു തെക്കേടത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കെമിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ സാജു M സെബാസ്റ്റ്യൻ സ്വാഗതവും പൂർവ്വ വിദ്യാർത്ഥി സജി P ജോസ് നന്ദിയും പറഞ്ഞു. തൊടുപുഴ പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പൊതുയോഗം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് പ്രൊഫസർ KA ആന്റണി അധ്യക്ഷനായിരുന്നു. നമുക്കറിയാം, ഈ ബാങ്കുകൾക്കൊക്കെ നമുക്ക് പണം കിട്ടുന്നത്, വായ്പയ്ക്കുള്ള തുക നമുക്ക് അധികവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നബാർഡിൽ നിന്നാണ്. നബാർഡ് ഓരോ തരത്തിൽ ഈ കാർഷിക വായ്പകളിൽ നിന്ന് അകന്നു പോവുകയും നമ്മുടെ ബാങ്കുകൾക്ക് പൈസ നൽകുന്നതിന്, സഹകരണ ബാങ്കുകൾക്ക് പ്രത്യേകിച്ച് കാർഷിക വികസന ബാങ്കുകൾക്ക് പണം നൽകുന്നതിൽ താല്പര്യമില്ലാത്ത നിലപാടെടുക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടായിട്ടുണ്ട്. പിന്നെ നബാർഡ് നൽകുന്ന വായ്പകൾക്കെല്ലാം ഗവൺമെൻറ് ഗ്യാരണ്ടി അത്യന്താപേക്ഷിതമാണ്. ഗവൺമെൻറ് ഗ്യാരണ്ടി നൽകുന്നതിനും പലപ്പോഴും തടസ്സങ്ങൾ വരുന്നുണ്ട്. ഗ്യാരണ്ടി കമ്മീഷൻ്റെ പ്രശ്നം, പിന്നെ ഗവൺമെൻറ്റിന് ഗ്യാരണ്ടി നിൽക്കാവുന്ന തുകയ്ക്ക് ഉള്ള പരിമിതി. കേരള ഗവൺമെൻറ്റിന് 15,000 കോടി രൂപയ്ക്കായിരുന്നു ഗ്യാരണ്ടി നിൽക്കുവാനുള്ള അധികാരം. സെക്രട്ടറി വിൽസൺ C മാറാട്ടിൽ, വൈസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ്, ബോർഡംഗങ്ങളായ TM സലീം, TM ജോർജ്, PJ അവിര, ലിസി ജോസ്, NI ബെന്നി, അഡ്വക്കേറ്റ് KK നോബി, മറിയാമ്മ ബെന്നി, AK ജഗദമ്മ എന്നിവർ സന്നിഹിതരായിരുന്നു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ബുധനാഴ്ച ആരംഭിക്കും. കോളേജിലെ ഇംഗ്ലീഷ് പൊളിറ്റിക്സ് വിഭാഗങ്ങൾ ഒരുമിച്ച് മീഡിയ ടെക്നോളജി ഡെമോക്രസി എന്ന വിഷയത്തിൽ UGC ധനസഹായത്തോടെയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച ആരംഭിക്കുന്ന സെമിനാർ ചെന്നൈ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം ചെയർമാൻ ശശികുമാർ ഉദ്ഘാടനം നിർവഹിക്കും. കോളേജ് മാനേജർ റവറൻ ഡോക്ടർ മോൺസിനോർ ജോർജ് ഒലിയപ്പുറം അധ്യക്ഷത വഹിക്കും. തുടർന്ന് മേക്കിംഗ് മീഡിയ പാരഡൈസ്, പാരഡോക്സസ് ആൻഡ് പ്രോസ്പെക്ടസ് എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നടക്കുന്ന പാനൽ ചർച്ചയിൽ പ്രമുഖ മാധ്യമപ്രവർത്തകരായ G ഗൗരിദാസൻ നായർ, അഡ്വക്കേറ്റ് A ജയശങ്കർ, E സനീഷ്, PT നാസർ, അൻവർ അബ്ദുള്ള എന്നിവർ പങ്കെടുക്കും. മീഡിയ ടെക്നോളജി ആൻഡ് ഡെമോക്രസി എന്ന വിഷയത്തെ സംബന്ധിച്ച് ദേശീയ സെമിനാർ നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുകയാണ്. സാങ്കേതികവിദ്യയുടെ വരവോടുകൂടി മാധ്യമ വ്യവഹാര രംഗത്തും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് ആഴമേറിയ ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ സെമിനാർ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ സഹായത്തോടു കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത്. രാജ്യത്തെ പ്രമുഖരായ മാധ്യമ ഗവേഷകരുടെയും പത്രപ്രവർത്തകരുടെയും ഒരു കൂട്ടായ്മ ആയിട്ട് കൂടിയായിരുന്നു ഈ സമ്മേളനത്തെ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്.